പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത ഒരു 4 വഴുതനങ്ങ കൊണ്ട് ഒരു ഈസി സിമ്പിൾ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമല്ലോ. 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു പച്ചമുളകും 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ല ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. 4ആയി കീറുക, എന്നിട്ട് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി എടുക്കണേ. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ നല്ല മെഴുക്ക് പുരട്ടി സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് തിരുമ്മുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയുള്ള നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു മെഴുക്ക് പുരട്ടി നിങ്ങൾക്കധികം സമയം നഷ്ടമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ, എരിവ് വേണമെന്നുള്ളവർക്ക്. ഞാൻ ഇവിടെ പെപ്പർ പൗഡർ മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. ആ കുരുമുളകിൻ്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ കുരുമുളക് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടുത്തെ എൻ്റെ കുരുമുളകിന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ തിരുമ്മി ഒന്ന് മൂടി വെക്കാൻ പോവുകയാണ്. ഇതാ മൂടി വെച്ച് ഒന്ന് തുറന്നതിന് ശേഷം കണ്ടോ, ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വാടിക്കിട്ടണം. ഇതൊന്ന് നന്നായിട്ട് വാടിക്കിട്ടിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് നല്ലൊരു മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇനിയും നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞു പോകും. അതിൽ അല്ലിയൊക്കെ വേർപെട്ട് അതൊരു തരം കുഴഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ പിന്നെ കുറച്ച് നേരം കൂടെ അടുപ്പത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ വഴുതനങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കുരുമുളകിൻ്റെ രുചി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മെഴുക്ക് പുരട്ടി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഫീഡ്ബാക്കുകളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.